ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നീതുവിനെ കാണാനായിട്ട് ഹരീഷും സുധീഷും കൂടെ വന്ന വഴിയിൽ നിൽക്കുന്നു. സുധീഷിൻ്റെ ബുദ്ധിപരമായ ആ ഒരു നീക്കം കൊണ്ട് ഒരു രേഷ്മയെന്ന് പറയുന്ന പെൺകുട്ടിയെ നീതുവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ ചെന്ന് ഹരിത എന്ന് പറയുന്ന ഒരു പെൺകൊച്ച് കാണാൻ റോട്ടിൽ നിൽപ്പുണ്ടെന്നും പറഞ്ഞ് ചെന്ന് അമ്മയോട് പറയുക. അപ്പോൾ നമ്മുടെ നീതു അങ്ങോട്ടേക്ക് വന്നു. നീതു വന്നപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. നിൻ്റെ കൂടെ പഠിച്ച ഹരിത എന്ന് പറയുന്നൊരു കുട്ടി പുറത്ത് വന്ന് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ആ ഹരിതയോ? എൻ്റെ ഹരിത ആരാണെന്ന് അമ്മ ചോദിക്കും. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച കുട്ടി അമ്മയെന്ന് പറഞ്ഞു കേട്ടോ. അതെന്താന്നിട്ട് ആ കുട്ടി വഴി നിൽക്കുന്ന ഇങ്ങോട്ട് വരാത്തെ? അത് പിന്നെ ആ കുട്ടിക്ക് എന്തോ തിരക്കുണ്ടെന്നാന്ന് രേഷ്മ പറയുമ്പോൾ, തിരക്കുണ്ടെങ്കിലും എന്താ ഇവിടെ വന്ന് കൊണ്ട് മിണ്ടിയിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചു. ആ കുട്ടിക്ക് വയ്യാതിരിക്കുക, അതിൻ്റെ കാലിന് സ്വാധീനക്കുറവാണെന്ന് നീതു പറയുമ്പോൾ, സ്വാധീനക്കുറവോ? അങ്ങനെയുണ്ടെങ്കിൽ ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാം, എന്തിനാ അവിടെ നിൽക്കുന്നത്? എന്നാൽ ശരി അമ്മ, ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് നീതു രേഷ്മയുടെ കൂടെ പോകുക കേട്ടോ. നീതുവും രേഷ്മയും കൂടെ അങ്ങ് പോകുമ്പോൾ രേഷ്മയോട് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് നീതു ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ ആ സൈഡിൽ നിൽപ്പുണ്ടെന്ന് രേഷ്മ പറഞ്ഞു. നീതു അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഹരീഷും സുധീഷും നീതുവിനെ കണ്ടു. ഹായ് എന്നും പറഞ്ഞ് കയ്യും പൊക്കി രണ്ടുപേരും നിൽക്കുമ്പോൾ നീതു വലിയ ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ടേക്ക് വരിക. നീ എന്താ ഇവിടെ എന്ന് നീതു ഇങ്ങനെ ചോദിച്ചു ഹരീഷിനോട്. അല്ല, നിനക്കെന്തെങ്കിലും വിശേഷം, നിനക്കെന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി വന്നാൽ, നിന്നെ അവർ വല്ലതും ചെയ്തോ ഉപദ്രവിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നിന്നെ അവർ ഒരുപാട് തല്ലിയോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ ഹരീഷ് ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നീ എന്താ ചേട്ടനെയൊക്കെ കൂട്ടി വന്നത്? അതെ, ഞാൻ വന്നില്ലായിരുന്നെങ്കിലേ കാമുകൻ പാതി വഴി വന്ന് നിന്നിട്ട് അങ്ങ് പോയേനെ. ഇന്ന് നിങ്ങൾ തമ്മിൽ കാണലൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് സുധീഷ്. അപ്പോൾ നീതു ചോദിച്ചാണോ? പിന്നല്ലാതെ. എന്നാലേ ചെയ്തു തന്ന ഉപകാരത്തിന് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സുധീഷ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതെ, ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഒന്നങ്ങ് മാറി നിന്നാൽ ഓ ഓ ഓ എന്ന് പറഞ്ഞ് നമ്മുടെ സുധീഷ് ഞാൻ ഒഴിവായി തന്നേക്കാന്ന് പറഞ്ഞ് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നീ പറ, നിന്നെ അവർ ഒരുപാട് ഉപദ്രവിച്ചോ, നിനക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ കെട്ടിപ്പിടുത്തുമായിരുന്നു നീതു ഹരീഷിനെ. അപ്പോൾ വീട്ടടി ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞു. ആരെങ്കിലും കാണട്ടെ, ഈ നാട്ടുകാരൊക്കെ കാണട്ടെ, ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല. അതെ, നിനക്ക് വേറൊന്നും പറയാനില്ലേ? നീ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലേ ഞാനൊരു പക്ഷെ അങ്ങോട്ട് വന്നേനേന്ന് നീതു ഇങ്ങനെ ഹരീഷിനോട് പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് അഖിലെന്ന് പറയുന്ന ആങ്ങള വരുന്നത്. എടീന്നും പറഞ്ഞ് അങ്ങ് ചെന്നത്. നാട്ടുകാരുടെ മുന്നിൽ നീ ഞങ്ങളെ നാണം കെടുത്തുമല്ലേടി എന്ന് ചോദിച്ചോണ്ട് ചെവിക്കല്ല് തീർത്തൊരു ഒറ്റ അടിയായിരുന്നു. എടാന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് വിളിക്കുമ്പം, നീ മിണ്ടിപ്പോകരുത്, എൻ്റെ പെങ്ങളാളാ, ഞാൻ തല്ലുവോ കൊല്ലുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യൂടാന്നും പറഞ്ഞ് ആങ്ങള പറയുക. അപ്പോഴേക്കും നമ്മുടെ ഹരീഷിന് ടെൻഷനായി. വാടി ഇങ്ങോട്ടെന്നും പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് നീതുവിനെ അഖില്. അപ്പോൾ സുധീഷേട്ടാ അത് കണ്ടില്ല സുധീഷേട്ടാ, എടാ നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അവളെ തല്ലി എന്നൊക്കെ പറയുമ്പോൾ, തല്ലിയേ ഉള്ളൂ, കൊന്നൊന്നുമില്ലല്ലോ, കൊല്ലത്തൊന്നുമില്ല, നീ അതോർത്ത് ടെൻഷൻ അടിക്കണം, നീ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുക ഹരീഷിനെ. സുധീഷേട്ടാ അവർ എന്തെങ്കിലും ചെയ്യും, എടാ ഒന്നും ഇല്ലടാ നീ വാടാ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകും കേട്ടോ. അങ്ങനെ നിർബന്ധിച്ച് സുധീഷ് ഹരീഷിനെയും കൊണ്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നീതുവിനെ വലിച്ചഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ഒരൊറ്റ ഏറായിരുന്നു അഖില്. നീ കുടുംബത്തെ മാനം കെടുത്തു അല്ലേടി എന്ന് ചോദിച്ചിട്ട് പിന്നെയും തല്ലുവാണേ. അപ്പോഴത്തേക്ക് എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് അമ്മയും അച്ഛനും കൂടെ വന്നു. ഇവളെ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു. നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവളെ പുറത്തേക്ക് വിടരുതെന്ന്, പിന്നെ എങ്ങനെ ഇവള് പുറത്തേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ, ഇവളുടെ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. ആ രേഷ്മ ഒന്ന് പറഞ്ഞിട്ട് പോയതാ, ഏതോ ഹരിതയെന്ന് പറയുന്ന കാലിന് സുഖമില്ലാത്ത ഒരു കുട്ടി വന്നിട്ടുണ്ട്, അതിനെ കാണണമെന്ന് പറഞ്ഞ് ഇവള് പോയതാണെന്ന് പറയുമ്പം, ഇവളുടെ ഒരു കൂട്ടുകാരിയും കാണാൻ പോയതല്ല, ഇവള് പോയതേ ആ ഹരീഷും അവൻ്റെ ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അവരെ കാണാൻ പോയതാണെന്ന് പറഞ്ഞു. എന്താടി ഈ കേൾക്കുന്നത്, നീ പെറ്റ തള്ളയെ വരെ പറ്റിക്കാൻ തുടങ്ങി ഓടിയെന്ന് ചോദിച്ചുകൊണ്ട് അതിന് കുറേ തല്ലി. നീ ഇതൊന്നും പ്രതികരിക്കാതെ അവിടെ അങ്ങനെ ഇരിക്കുക. കുറേ തല്ലിയിട്ടൊന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് ഈ അഖിൽ പിന്നെയും നീതുവിൻ്റെ ചെവിക്കല്ല് നോക്കി തന്നെ അടിക്കുന്നത്. നിൻ്റെ അങ്ങനെയാണ് നിന്നിങ്ങനെ ഓടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൾ കാണിച്ച പണി എന്നാന്ന് നമുക്ക് അറിയാവുമെന്ന് ചോദിച്ചുകൊണ്ട് അഖിൽ ചോദിക്കുക, എന്നാടാ എന്തൊക്കെയാടി ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ നടു റോട്ടിൽ നാട്ടുകാർ കാണിക്കുക അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ഇവളെന്നൊക്കെ പറഞ്ഞു. അയ്യേ കെട്ടിപ്പിടിക്കണം, നിന്നെ ഞാൻ കൊല്ലുവടിയെന്നും പറഞ്ഞുകൊണ്ട് അമ്മ വന്നിട്ട് ചൂലിൻ്റെ പുറകു വെച്ച് കുറേ അടിച്ചു, കുറേ തല്ലി. നീ എന്നത് ഭാവിച്ചാടിയെന്ന് ചോദിച്ചു. വീണ്ടും നമ്മുടെ അഖിൽ എഴുന്നേറ്റ് നീതുവിനെ തല്ലി. അങ്ങനെ അടിച്ച് നീതുവിനെ കൊണ്ട് വീഴ്ത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീണടുത്തുനിന്ന് എഴുന്നേറ്റ് ഒരൊറ്റ അടിയായിരുന്നു അഖിലിൻ്റെ ചെവിക്കല്ല് തീർത്ത് നീതു. എൻ്റെ ദേഹത്ത് നീ തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് നീതു ഇങ്ങനെ നിൽക്കുക. ഈ കുടുംബത്തെയും അപ്പനെയും അമ്മയെയും ആങ്ങളെക്കാളും വലുത് നിനക്കോ കുടുംബമാണല്ലേടി, അവനല്ലേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെയും അമ്മ അടിക്കുന്നു. അപ്പോൾ കുറേ തല്ല് അമ്മ കൊടുത്തു. തൊട്ടു പിന്നാലെ ആങ്ങളെ വീണ്ടും തല്ലി. ആങ്ങളയുടെ തല്ല് നീതുവിനൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നീതു എഴുന്നേറ്റ് അങ്ങ് നിന്നിട്ട് പിന്നെ അവൻ്റെ ചെവിക്കല്ല് തീർത്ത് കൊടുത്തു. അപ്പോൾ നല്ലത് പറഞ്ഞു തരുന്നതിനാണോടി പ്രശ്നമൊന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഇത്. അപ്പോൾ ഉപദേശവും കാര്യങ്ങളൊക്കെ ഞാൻ സഹിക്കും, ആവശ്യമില്ലാതെ എൻ്റെ ദേഹത്ത് തൊട്ടാ ഞാൻ വെറുതെ ഇരിക്കില്ല, തിരിച്ചടിച്ചിരിക്കും ഞാനെന്നും പറഞ്ഞ് നീതു
ഒട്ടും വിട്ടുകൊടുക്കാത്ത നീതു ഇങ്ങനെ നിൽക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഹരീഷിനെ മറക്കാൻ പറ്റില്ലെന്നും ഹരീഷ് അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരാളില്ലെന്നൊക്കെ പറഞ്ഞ് നീതു ഇങ്ങനെ ഇവരോട് പറയൂ കേട്ടോ. എടി ആ കുടുംബത്തെപ്പറ്റി നിനക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അപ്പം നിങ്ങൾ പറയുന്നത് പോലെ അല്ല ആ കുടുംബം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നീതു പറയുക. അപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, ദേ ഞങ്ങളെ നാണം കെടുത്താനാണ് ഭാവം എന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഒന്നെങ്കിലും നിനക്ക് ഞങ്ങളോടൊപ്പം ഈ വീട്ടിൽ താമസിക്കാം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പറയുക. അപ്പോൾ അമ്മയും പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, ഞങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിയാവുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നീ എതിലെങ്കിലും പൊക്കോടി, നീ ചത്തുപോയെന്ന് ഞങ്ങൾ വിചാരിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ നീതുവിനോട് പറയുവാണ്. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നീതുവിന് പിന്നെ അവിടെ നിൽക്കണമെന്നില്ല. നീതു എന്നാ പണി ചെയ്തു, നീതു ആണെങ്കിൽ മുറിയിലേക്ക് കയറി വാതിലടച്ചു. മുറിയിൽ കയറി വാതിലടച്ചിട്ട് തൻ്റെ ബാഗ് എടുത്തിട്ട് അതിനകത്തേക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുക. അങ്ങനെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിരിക്കുമ്പോഴത്തേക്കും ഇവർ പേടിച്ചു പോയി. ഇവരകത്തേക്ക് നീതു അകത്തേക്ക് കയറി പോകുന്ന ഇവർ പുറത്തൊന്നും കണ്ടല്ലോ. ഇവരൊന്ന് വാതിലിൽ മുട്ടു തുടങ്ങി. വാതിൽ തുറക്കടി പറയുന്നത് കേൾക്കടി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വാതിലിൽ കൊട്ടു തുടങ്ങി. നീതു ഡ്രസ്സൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് വാതിലും തുറന്നു കൊടുത്തു. ഇവരകത്തേക്ക് കയറി വന്നപ്പോൾ ബാഗും പിടിച്ച് നിൽക്കുന്ന നീതുവിനെ കാണുന്നേ. നീ എങ്ങോട്ടാന്ന് ചോദിച്ചു. അല്ല നിങ്ങളല്ലേ പറഞ്ഞു എന്നോട് ഇവിടെ താമസിക്കേണ്ടാന്ന്, അതുകൊണ്ട് ഞാൻ പോവാ. നീ എങ്ങോട്ട് പോകാനാ? ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും പോകും. എന്തായാലും ഇനി ഇവിടെ കിടന്ന് നിങ്ങളുടെ അടി കൊള്ളാനേ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കതിന് സൗകര്യമില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്ത് വിവേകമാടി കാണിക്കുന്നതെന്ന് ചോദിച്ചു. നീ പറയുന്നത് കേൾക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കുറേ നീതുവിനോട് പറഞ്ഞു. പക്ഷെ നീതു അമ്പനും വില്ലിനും എടുക്കുന്നില്ല. നീതു പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ കയ്യിൽ നിന്ന് വലിക്കുന്നു, ആങ്ങളെ കയ്യിൽ നിന്ന് വലിക്കുന്നു, അച്ഛൻ കയ്യിൽ നിന്ന് വലിക്കുന്നു, എല്ലാവരുടെയും കയ്യും പിടിപ്പിച്ച് നീതു പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എടി അവരുടെ വീട്ടുകാരെ പറ്റി നീ ചിന്തിക്കുന്നതൊന്നും അല്ല, അത്രയും ഒരു മോശം കുടുംബം ഈ പരിസരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ കുടുംബത്തിൻ്റെ അത്ര മോശക്കാരല്ല അവിടെ ഉള്ളവരെന്ന് നീതു പറയാം. പിന്നെ ഞാനായിട്ട് തിരഞ്ഞെടുത്ത നിൻ്റെ ജീവിതം നശിച്ചു പോകുമടി എന്ന് അമ്മ പറയുമ്പം ഞാനായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമല്ലേ, അത് നശിച്ചു പോയാൽ ഞാൻ അങ്ങ് സഹിച്ചു, നിങ്ങൾ ആരും അതിലൊന്നിലും ഇടപെടാൻ വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള വിവാഹം ജീവിതത്തിൽ നടത്തി തരുവല്ലെന്ന്. ആര് പറഞ്ഞു നടത്തി തരണമെന്ന്? ഞാൻ പറഞ്ഞു എൻ്റെ കല്യാണം നിങ്ങളോട് നടത്തി തരണമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഒരാളെ ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഹരീഷ് തന്നെയായിരിക്കും, അതിന് ഒരു മാറ്റവും ഇല്ലെന്നും പറഞ്ഞാണ് നീതു ഇറങ്ങിപ്പോരുന്നത്. അങ്ങനത്തെ അമ്മയും അച്ഛനും ആങ്ങളെയും അതുപോലെ നീതുവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര തർക്കം. നേരത്തേനും ഹരീഷിൻ്റെ പേരും പറഞ്ഞ് ഭയങ്കര ബഹളം കേട്ട് നാട്ടുകാരെല്ലാവരും വന്നിങ്ങനെ കൂടി നിന്നത് കാണുക. അപ്പോഴേക്കും അഖിൽ പറഞ്ഞു, നീ അകത്തേക്ക് കയറിപ്പോ, വിടടാ, എൻ്റെ കയ്യിൽ നിന്ന് വിടടാ, നീ എന്നെ തൊട്ട് പോകരുതെന്ന് അഖിലിനോട് നീതു പറയണം. അങ്ങനെ എല്ലാവരെയും വലിച്ചെറിഞ്ഞിട്ട് നീതു ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ എങ്ങോട്ടാടി നീ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും പോകും, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്നും നീതു ഇവരോട് പറയുവാണ്. നീ പോയി നശിച്ച് പോടിയെന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോളെ പ്രാഗി ശപിച്ചെന്ന് പറഞ്ഞു വിടുക. നീതു അതൊന്നും മൈൻഡ് ചെയ്യാതെ നീതു അങ്ങ് പോയി. അവൾ പോട്ടെ, എവിടം വരെ അവൾ പോകുമെന്ന് എനിക്ക് കാണണമെന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ നീതു പോയി. ഇവർ ചങ്ങനടിച്ച് നിലവിളിയായിട്ട് ഇവരകത്തേക്കും കയറിപ്പോയി. നാട്ടുകാർ ഇതൊക്കെ ഒന്ന് അത്യാവശ്യം കണ്ട് ഇച്ചിരിയൊക്കെ ഒന്ന് മനസ്സിന് ഇച്ചിരി സമാധാനമൊക്കെ കിട്ടി അവരും കയറിപ്പോയി. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നടന്ന കാര്യങ്ങൾ സുധീഷും ഹരീഷും നിധിയോടും നികേഷിനോടും പറയാം. അപ്പോൾ നിധി ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയേ, അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവളെ തല്ലിയതും അല്ലെങ്കിൽ അവൾക്ക് ഇനിയും തല്ല് കിട്ടുന്നതിനെ പറ്റിയൊക്കെ ഹരീഷ് ഇങ്ങനെ ആദ്യം പിടിച്ച് സംസാരിക്കുമ്പം അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലടാ, അവൾ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള പെണ്ണാടാ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സുഭാഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സുഭാഷ് കയറി വന്നപ്പോൾ എന്താ മോളെ എന്താ കാര്യമെന്ന് ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ നീതുവിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. നീതുവിൻ്റെ കാര്യം എന്താ? അല്ല ഇവരിന്ന് അവിടെ പോയായിരുന്നു, അപ്പോൾ ആകെ പ്രശ്നമായെന്ന് പറഞ്ഞു. പ്രശ്നമാവേ, നിങ്ങളോട് പറഞ്ഞതല്ലേടാ അങ്ങോട്ട് പോകരുത്, നീ പ്രശ്നത്തിൻ്റെ മേൽ പ്രശ്നമായിട്ട് നിങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നടാ എന്നൊക്കെ ചോദിച്ച് സുഭാഷ് ഇങ്ങനെ വഴക്ക് പറയാം. ഞങ്ങളതിന് വഴിയിൽ നിന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നിധി പറഞ്ഞു, അവർ വീട്ടിലേക്കൊന്നും പോയില്ല സുഭാഷ് ഏട്ടാ, വഴിയിൽ വെച്ച് നീതുവിനെ കണ്ടതേ ഉള്ളെന്ന് പറഞ്ഞു. ഒരു പ്രശ്നം നിലനിൽക്കുക, നമ്മളായിട്ട് പുതിയ പ്രശ്നത്തിന് ഇടവരുത്തണമായിരുന്നോടാ എന്നൊക്കെ ചോദിച്ചു. അല്ല അവളെ അവർ ഒരുപാട് തല്ലിയെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇവൻ അവളെ കാണണമെന്ന് പറഞ്ഞു സുഭാഷ് ഏട്ടാ, അതുകൊണ്ട് അതുവഴി ഇന്ന് പോയതാണെന്ന് സുധീഷ് പറയാം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നീതു പാട്ടൊക്കെ പാടി വരുന്നുണ്ട് ഇവരുടെ വീട്ടിലേക്ക്. പാട്ടും പാടി കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും, അതായത് അച്ഛൻ പുറത്തിരിപ്പുണ്ട്. അപ്പോൾ അച്ഛൻ ആദ്യം കാണുന്നത്. അച്ഛനും ഒരു ഹായും സലാമൊക്കെ കൊടുത്തിട്ട് നീതു അകത്തേക്ക് കയറി വന്നു. അച്ഛനും തിരിച്ച് സലാമൊക്കെ കൊടുത്തു. ഇവരെല്ലാവരും നിൽക്കുമ്പോൾ നീതു കയറി വന്നു. ഇവരുടെ എല്ലാവരുടെയും കൂടെ നോട്ടം കണ്ടു. ഇപ്പോൾ നീതു അന്തം വിട്ട് നോക്കുക. നീതുവിൻ്റെ കയ്യിൽ ബാഗൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ഞെട്ടിപ്പോയിട്ടോ. ഇവർ വേഗം തന്നെ എല്ലാവരും പ്രതിക്കുട്ടി നിൽക്കുന്നത് പോലെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറി നിന്നു. നീതു വന്നാൽ കസേരയിലേക്ക് അങ്ങ് ഇരുന്നു. ഹരീഷിൻ്റെ കിളി പോയി ഇങ്ങനെ നിൽക്കുവാണ്.
ആമെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സുധീഷിന് ഇവരിപ്പോൾ കെട്ടിക്കണമെന്നുള്ളൊരിതിലാണ്. അപ്പോൾ നീതുവിനോട് വിവരങ്ങൾ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഞങ്ങൾ മോളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സുഭാഷ് നീതുവിനോട് പറഞ്ഞു. പിന്നെ നീതു വീട്ടിൽ നടന്ന കാര്യങ്ങൾ മൊത്തം ഇവരോട് പറയാം, അവർ തല്ലിയതും അതുപോലെ അവർ ഉപദ്രവിച്ചതുമായിട്ടുള്ള കാര്യം. അപ്പോൾ അവർ ഈ വീടിൻ്റെ കഥ പറഞ്ഞാണ് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് 2 ഓപ്ഷൻസ് അവിടെ വെച്ചു. ഒന്നെങ്കിൽ അവർ പറയുന്നത് കേട്ട് അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഹരീഷിൻ്റെ കൂടെ പോകണം. രണ്ടിലേത് വേണമെന്ന് തീരുമാനിക്കാൻ പറയുമ്പോൾ ഞാൻ ഹരീഷ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ആ കോളം ടിക്ക് ചെയ്തെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹരീഷ് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നികേഷ് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് തൊട്ടരികിൽ ഇങ്ങനെ നിൽക്കുന്നു. പോടാ എന്നും പറഞ്ഞു ഹരീഷ്. ഇനി മുതൽ ഞാൻ ഇവിടെ താമസിക്കാൻ പോണേന്നൊക്കെ നമ്മുടെ നീതു പറയുമ്പം എടി നീ എന്തൊക്കെ ഈ പറയുന്നത്, നിനക്ക് എന്നെ പറ്റിയെന്ന് ഹരീഷ് ചോദിച്ചു കേട്ടോ. അപ്പോൾ കൊള്ളാം നല്ല അല്ലേ എന്ന് പറഞ്ഞ് സുധീഷ് തൊട്ടരികിൽ നിൽക്കുക. അപ്പോൾ നീതു ചോദിച്ചു മനസ്സിലായില്ലേ, നീ വേണോ അവർ വേണോ എന്നുള്ള ഓപ്ഷനിൽ നീ ഇന്ന് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഹരീഷിന് ആകെ ഇതായി. ഹരീഷ് ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞിങ്ങനെ നിൽക്കുക. ഇനി ഞാൻ പോണില്ല, ഇനി ചെന്നാലും എന്നെ കയറ്റാനൊന്നും പോകുന്നില്ല, അപ്പോൾ ബെറ്റർ ഇവിടെ തന്നെ കൂടുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷ് ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും ഇവിടെ തന്നെ കഴിയാൻ പോകണമെന്ന് ചോദിച്ചു നികേഷ്. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല ബ്രോ എന്ന് നീതു. അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് നിധി നേരെ സുധീഷിനെ നേരെ നോക്കുന്നു. അപ്പോൾ എന്തേ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? എടാ ഹരീഷ് ഇനിയൊന്നും നോക്കാനില്ല, നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് കെട്ടങ്ങ് നടത്താം, പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നീതുവിന് ഭയങ്കര ഹാപ്പി. ആ സമയത്ത് ഹരീഷും അന്തം വിട്ട് ഇങ്ങനെ നിൽക്കാം. അല്ല നീതുവിന് ഇവിടെ കഴിയുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് സുധീഷ് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഓക്കെ, എടാ പെട്ടെന്ന് വേറെ റെഡി ആയിട്ട് വന്ന് ചെല്ല എന്തിനാന്ന് ചോദിച്ചു ഹരീഷ്. എടാ കല്യാണത്തിന്. അപ്പോൾ സുഭാഷ് ഇത് എന്താ ഇതെന്ന് ഹരീഷ്. അപ്പോൾ സുധീഷേ നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു സുഭാഷ്. ഇങ്ങനെ എടുത്തിയാടി ഓരോന്ന് ചെയ്യല്ല വേണ്ടത്. അയ്യോ എൻ്റെ പൊന്ന് സുഭാഷ് ഏട്ടാ, ഇതിനകത്ത് എന്ത് എടുത്തു ചാട്ടം, ഇതല്ലേ നൈസായിട്ടുള്ള ഡിസിഷൻ അല്ലേ? നീ ഇത് വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങിപ്പോന്നു, ഇവിടെ താമസിപ്പിക്കുന്നതിന് മുൻപേ കല്യാണം കഴിപ്പിക്കല്ലേ വേണ്ടത്, അതല്ലേ ഇതിൻ്റെ ഒരു രീതി എന്ന് സുധീഷ് ചോദിപ്പം നിങ്ങൾ ആദ്യം മിണ്ടായിരിക്കാൻ പറഞ്ഞു നിധി സുധീഷിനോട്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത് എന്ന് സുധീഷ് ചോദിച്ചുകൊണ്ട് നിൽക്കുക. മോളെ നീതു നീ അകത്തൊന്ന് പോയിരിക്കും, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നിധി അവളകത്തുണ്ടോ ചെല്ല എന്ന് പറഞ്ഞ് നിധിയെ കൂട്ടി നീതിയുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. നീതു വന്നിട്ട് അവിടെ പോയി അങ്ങനെ ഇരിക്കുക. നീതു അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പം ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നീതി വാതിൽ പതുക്കെ പൂട്ടിയിട്ട് പുറത്തേക്ക് ചെന്നു. ആ സമയത്ത് ഇവർ എടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് ഹരീഷിനെ ഇങ്ങനെ തിങ്ങുള്ളി പറിച്ചൊക്കെ നിൽക്കാം. മണവാളനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഭയങ്കര ഇത്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു സുഭാഷ് സുധീഷിനോട്. എന്ത് ചെയ്യാൻ? അപ്പോൾ ഭാഗം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന പെണ്ണിനെ തിരിച്ചയക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോഴത്തേക്കും നിധിയും വന്നു. അതും വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി വന്ന ഒരാൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടേക്ക് വരുന്ന എല്ലാവരുടെയും വീട്ടിൽ പ്രശ്നങ്ങളാണല്ലോ എന്ന് നികേഷ് അന്നേരം പറഞ്ഞു. എന്നും പറഞ്ഞു ഇവരിങ്ങനെ നോക്കുക. ഏട്ടത്തിയുടെ വീട്, സുനന്ദേച്ചിയുടെ വീട്, ഇപ്പം നീതുവിൻ്റെ വീട്, എല്ലാവരുമായിട്ട് നമ്മളടി മാത്രം. ഹായ് എന്തൊരു നല്ല വീട് എന്നും പറഞ്ഞിട്ട് നികേഷ് ഇങ്ങനെ നിൽക്കുക. തിരിച്ചയക്കാൻ പറ്റില്ല എന്നുള്ളത് ഇരിക്കട്ടെ, പക്ഷേ ഇവിടെ എങ്ങനെ നമ്മൾ താമസിപ്പിക്കുമെന്ന് സുഭാഷ് ചോദിക്കുക. അതെ, ഇവിടെ താമസിപ്പിച്ചാലും അവളുടെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കാൻ വരുമെന്ന് നിധി പറയാം കേട്ടോ. അതല്ലേ ഞാൻ കെട്ടിക്കാൻ പറഞ്ഞതെന്ന് സുധീഷ്. സുധീഷ് ഏട്ടാ എന്തൊക്കെ പറയുന്നതെന്ന് ഹരീഷ് ചോദിച്ചു. ഇതെന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കണത്? അവള് തീരുമാനം എടുത്തിറങ്ങി പോകുന്നതല്ലേ, ഹരീഷിന് അവളെ ഇഷ്ടമായ സ്ഥിതിക്ക് നമ്മൾ കൂടെ നിന്ന് നടത്തി കൊടുക്കല്ലേ വേണ്ടതല്ലേ എന്ന് സുധീഷ്. എടാ അങ്ങനെ ഇടിപിടിന്നൊക്കെ കല്യാണം നടത്താൻ പറ്റുമോടാ എന്ന് സുഭാഷ് ചോദിച്ചു. നീ ഇത് ചെറിയ കുട്ടിയാ, പിന്നെ ഹരീഷും കല്യാണത്തിന് റെഡിയാണോ എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ നിധി അന്നേരം പറഞ്ഞു. രണ്ടുപേരും ഇപ്പോഴാണ് പരസ്പരം സംസാരിക്കാൻ പോലും ആരംഭിച്ചിരിക്കുന്നത്. എത്രത്തോളം പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ലല്ലോ എന്നും നിധി പറയുകയും ചെയ്തു. വേറെ ആരും വേണ്ട, ഹരീഷ് മാത്രം മതിയെന്ന് പറഞ്ഞ് നീതു ഇറങ്ങി വന്നില്ലേ, അതിൽ കൂടുതൽ ഇപ്പം എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് സുധീഷ്. സുഭാഷ് ഏട്ടാ ഹരീഷ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അവൾ ഇറങ്ങി വന്നത്, അപ്പോൾ പിന്നെ രണ്ടുപേരെയും കെട്ടിച്ചു വിടുന്നല്ലേ അതിൻ്റെ ശരി അല്ലേ? അതങ്ങനെയല്ല എന്ന് നിധി സുധീഷിനോട്. നീതു ഹരീഷിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതല്ല, വീട്ടുകാർ അവളെ തല്ലിയപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. ഓരോ ഓപ്ഷൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വാശി കയറി എടുത്തൊരു തീരുമാനം അത്, അല്ലാതെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനം എടുത്ത് വന്നതൊന്നും അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാൻ നിധി സുധീഷിനോട് പറഞ്ഞു. ശരി സമ്മതിച്ചു, പക്ഷേ ഇവിടെ നിർത്തണമെങ്കിൽ നമ്മൾ കല്യാണം കഴിപ്പിച്ചല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. അല്ലാണ്ട് പറ്റുമോ? ഹരീഷേ നിന്റെ അഭിപ്രായം എന്താണെന്ന് സുഭാഷ് ചോദിക്കാം. അല്ല അത് ഇപ്പോൾ എനിക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞാലിപ്പോൾ എന്താ? എടാ വെറുതെ ചിന്തിച്ച് തല പുണ്ണാക്കാതെ നീ വേഗം കെട്ടാൻ നോക്കാൻ പറഞ്ഞു, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാവുന്ന സുധീഷ്. അപ്പം നിങ്ങൾ ആദ്യം ഒന്നും മിണ്ടാതിരിക്കുക, എല്ലാത്തിനും പരിഹാരം കല്യാണമാണെന്ന് വിചാരിക്കരുതെന്ന് സുധീഷിനോട് നിധി പറയുമ്പോൾ അല്ല വേറെ ഇപ്പം എന്താ പരിഹാരമുള്ളത് അത് നിങ്ങൾ പറയാൻ പറഞ്ഞു. അവളെ ഇവിടെ നമുക്ക് വെറുതെ താമസിപ്പിക്കാൻ പറ്റുമോ? നാളെ അവളുടെ പേരൻസ് വന്ന് എൻ്റെ മോളെ കടത്തിക്കൊണ്ട് പോയി ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അവർ പരാതി കൊടുത്താലേ അതോടെ പോലീസ് വന്ന് അവളെ പിടിച്ചുകൊണ്ട് അങ്ങ് പോകും, അതറിയാവോ എന്ന് സുധീഷ് ഇവരോട് ചോദിക്കുക. പിന്നെ കൊണ്ടുപോയാലേ അവർ വെറുതെ ഇരിക്കുന്നതാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ആ കുട്ടി അനുഭവിക്കാൻ പോകുന്ന ടോർച്ചറിങ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
കല്യാണം കഴിഞ്ഞ് നമുക്കൊരു ഇതുണ്ട്, കല്യാണം നടത്തിയെന്നും പറഞ്ഞ് നമുക്കിവിടെ നിർത്താനൊരു കാരണമാകുമല്ലേ എന്നൊക്കെ സുധീഷ് ചോദിക്കുമ്പം നീ എന്താ ഹരീഷ പറയണേ? ഞാനത് എനിക്ക് കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറയാൻ പറഞ്ഞു സുധീഷ്. ഇയാൾ വെറുതെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് നിൽക്കുക. സുധീഷാണ് ഒരു മീറ്റിംഗ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് സുധീഷിനെ വിളിച്ചുകൊണ്ട് പോവുക ഹരീഷ. അപ്പം എന്താ കാര്യം സുധീഷേട്ടൻ ഈ കല്യാണം മാത്രം ഇങ്ങനെ പറയുന്നതെന്ന് ഹരീഷ് ചോദിച്ചു. പിന്നെ അല്ലാണ്ട് എന്താ വേറെ ഓരോ ഓപ്ഷനും ഇല്ലേന്ന് ചോദിച്ചപ്പം പൊട്ട അതല്ലേ ഞാൻ അകത്ത് വെച്ച് മലയാളത്തിൽ പറഞ്ഞേ, നീ ഇത് വീട് വിട്ട് ഇറങ്ങി പോകുന്നില്ലേ, ഇനി നമുക്ക് എന്ത് ഓപ്ഷനാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പം അച്ഛനത് അപ്പുറം ഇരുന്ന് കേൾക്കുക. ആ സമയത്ത് അത് ചെയ്യാതെ അവളിവിടെ ഇരിക്കുന്നതാണ് ആപത്ത്, മനസ്സിലായോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അച്ഛൻ ഇതെല്ലാം കേട്ട് ഇങ്ങനെ ആലോചനയായിട്ടിരിക്കുക. ഇനി കല്യാണം കഴിക്കാതെ അവളിവിടെ നിർത്താൻ പറ്റുന്ന ഇനി ചിന്തിച്ച് നോക്കിക്കേ, പോലീസ് കേസ് പോട്ടെ, കോടതിയിൽ വെച്ച് അവൾ നിൻ്റെ കൂടെ പോരണമെന്ന് പറഞ്ഞാൽ കോടതി അത് സമ്മതിക്കും. പക്ഷേ നാട്ടുകാരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നീ? നോക്കിക്കേ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ അവളുടെ വീട്ടുകാരുടെയും പോലീസിൻ്റെ ഒക്കെ വായ നമുക്ക് അടപ്പിച്ച് വെക്കാമെന്നേ. അതാടാ ഞാൻ പറഞ്ഞത്. ഹരീഷേ എന്തോ നാളെ എത്ര ആലോചിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ ഇത് കേട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും, നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും കഥകൾ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.